നിങ്ങൾ എല്ലാവരും ഫലങ്ങൾ കഴിക്കാറുണ്ടോ? എല്ലാവരും ഫലങ്ങൾ കഴിക്കും. നല്ല കുട്ടികളാണ്. ഇപ്പൊ ഏതൊക്കെ ഫലങ്ങളാണ് കഴിക്കാറുള്ളത്? മാവ് ഏതൊക്കെ കഴിക്കും? അറിയോ? ഓറഞ്ച് എല്ലാവരും കഴിക്കുന്ന ഒരു ഫലവർഗമല്ലേ? ആരും കഴിക്കാതായിട്ടില്ലല്ലോ. ഓറഞ്ചിന്റെ രുചി എന്താണ്? ആ പറയാം. 5 പറയും. പുളിപ്പ് അല്ലേ? പുളി രുചിയാണ് അല്ലേ? അപ്പൊ പുളി രുചിയുള്ള മറ്റു ഫലങ്ങൾ എന്ന് പറയാമല്ലോ. ഏതൊക്കെയായിരിക്കും? പെട്ടെന്ന് പറയുക. ഫലങ്ങളിൽ മാത്രമായിരിക്കും പുളി രുചിയുള്ളത്. പിന്നെ പിന്നെ നമ്മൾ പുളിഞ്ചിക്ക അതിലൊക്കെ പുളി രുചി. അത് നിങ്ങൾ പറഞ്ഞവയ്ക്കെല്ലാം പുളി രുചിയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് പുളി രുചി ഉണ്ടായത്? അത് നിങ്ങൾക്കറിയാം. അതൊരു ഘടകമാണല്ലേ? അത് ഏത് ഘടകമാണ്? ആസിഡ് അല്ലേ? ആസിഡ് ആണ് പുളി രുചിക്കുള്ള കാരണം. എന്താണ്? ആസിഡിന്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? എന്താണത്? പുളി രുചി. നമുക്ക് മറ്റൊരു സംശയം നിങ്ങൾക്ക് അറിയാവുന്ന നമുക്ക് അതുകൊണ്ടൊന്ന് പരിചയം. ഇതെന്താണ്? ലിറ്റ്മസ് പേപ്പർ. എന്തിനാണ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുന്നത്? ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇതിന്റെ നിറം എന്താണ്? നീല. ഇതെന്താണ്? നാരങ്ങയിൽ എന്തുണ്ടെന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ആസിഡ് ഉണ്ട്. ഞാൻ ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു പീസാണ് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. നീല ലിറ്റ്മസ് പേപ്പറാണ്. ഇത് ഞാൻ നാരങ്ങ ഈ ഒഴിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? നീല ചുവപ്പായിട്ട് മാറും. നമുക്ക് നോക്കിയാലോ? ചുവപ്പായില്ലേ? ഇല്ലേ? ചെയ്തു. എന്തുകൊണ്ടായിരിക്കും? ആസിഡ് ഉള്ളതുകൊണ്ട് അല്ലേ? ആസിഡ് എന്ത് പ്രത്യേകതയായിട്ട് നമ്മൾ പരിചയപ്പെട്ടത്? രണ്ട് സവിശേഷതകൾ നമ്മളൊന്ന് ഓർത്തെടുക്കും. ഇനി ഇതിൽ എന്തുണ്ട്? ആസിഡ്. ഏത് ആസിഡ് ആയിരിക്കും? സിട്രിക് ആസിഡ്. ഇതുള്ളത് സിട്രിക് ആസിഡ്. ആപ്പിളിൽ ആസിഡ് ഇല്ലേ? ഏത് ആസിഡ്? മാലിക് ആസിഡ്. സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്. ഇത് നമ്മുടെ പുളിയിലൊക്കെയുള്ള ടാർട്ടാറിക് ആസിഡ്. രുചിയാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നത്. നമ്മൾ ദൈനംദിന നമ്മുടെ ഫലങ്ങളിൽ കാണപ്പെടുന്ന ആസിഡുകളാണല്ലേ. എന്നാൽ നമ്മുടെ ഫലങ്ങളിൽ മാത്രമേ ആസിഡുകൾ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ? ലാബുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? വ്യവസായങ്ങളിലൊക്കെ ഉപയോഗിക്കാറില്ലേ? അത്തരത്തിലുള്ള ആസിഡുകളുടെ പേരുകൾ പറയാമോ? ഇതെല്ലാം നമ്മൾ ലാബുകളിലും വ്യവസായങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ അത്തരം ആസിഡുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അവയുടെ നിർമ്മാണ രീതികളും അവയുടെ തന്നെ എന്തായാലും അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് തന്നെയാണ് മെയിനായിട്ട്. പക്ഷെ അതിനപ്പുറം അതിന്റെ നിർമ്മാണ